അതോടൊപ്പം നമുക്കറിയാം സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ആരെയും സംരക്ഷിക്കില്ല, ശക്തമായ നിലപാട് ഈ വിഷയങ്ങളിൽ ഉണ്ടാക്കും. ഇനി സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കാൻ എന്തൊക്കെ സിനിമാ മേഖലയിൽ ചെയ്യാനാകും, അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടാകും, നയരൂപീകരണം ഉണ്ടാകും എന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ കൃഷ്ണേന്ദു, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്നലെ ഉണ്ടായത്, നമുക്കറിയാം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി അവാർഡ് ദാനച്ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു. അപ്പോൾ ആ വേദിയിൽ മോഹൻലാലും മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒക്കെ ഒരുമിച്ചെത്തിയ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു. അപ്പോൾ ആ വേദിയിൽ മോഹൻലാലിനെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ വിമർശനം എന്ന് നമുക്ക് പറയാൻ അത്തരത്തിലല്ലെങ്കിൽ പോലും വിമർശനം ഉന്നയിക്കാൻ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മോഹൻലാലിനെ വേദിയിൽ ഇരുത്തി അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചലച്ചിത്ര മേഖലയെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിമർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കലാകാരികൾക്ക് മുന്നിൽ ഉപാധികൾ വെക്കരുതെന്നും ചലച്ചിത്ര രംഗത്തെ ശുദ്ധീകരിക്കാനാണ് സർക്കാർ നടപടികളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശ്രീമോഹനം പരിപാടിയായിരുന്നു വേദി. പുതിയ കാലത്തെ ഏറ്റവും ശക്തമായ മാധ്യമമാണ് ചലച്ചിത്ര മേഖലയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മനസ്സുകളെ മലിനമാക്കുന്ന പ്രവൃത്തികൾ സിനിമാ രംഗത്തുണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവരാനും പ്രവർത്തിക്കാനുമുള്ള ഇടം സിനിമയിലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി. ഉപാധികളും ഉണ്ടാകരുത്, കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാകരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികൾ ഉണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയിലെ ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണ്. ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്നും നടൻ മോഹൻലാലിനെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വ്യക്തമാക്കി. മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം. വിഷയത്തിൽ മൗനം പാലിച്ചായിരുന്നു മോഹൻലാലിന്റെ മറുപടി പ്രസംഗം. തുറന്ന് ഞാൻ പറയാണ്, വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തന്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നിലുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. ധന്യമായ വേദിയിൽ സദസ്സിനെ സാക്ഷിയാക്കി ഇതാ പുരസ്കാര സമർപ്പണം. ന്യൂസ് 18 തിരുവനന്തപുരം. കൃഷ്ണേന്ദു, എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മോഹൻ